വ്യൂ പോയിന്റിൽ ഇന്നെന്റെ അതിഥി മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷയും കൊല്ലം DCC അധ്യക്ഷയുമായ ശ്രീമതി ബിന്ദു കൃഷ്ണയാണ്. ലൈംഗികാരോപണം നേരിടുന്ന കോവളം MLA M. വിൻസെന്റിന് രാഷ്ട്രീയ പരിരക്ഷ ഒരുക്കാനുള്ള KPCC തീരുമാനത്തിന് മഹിളാ കോൺഗ്രസ് എന്തുകൊണ്ടാണ് വശംവദരായത്? സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമ കേസുകളിൽ ഇരയ്ക്കൊപ്പം നിൽക്കണം എന്ന രാഷ്ട്രീയ ധാർമ്മികത എന്തുകൊണ്ടാണ് മഹിളാ കോൺഗ്രസിന് കൈമോശം വന്നത്? ശ്രീമതി ബിന്ദു കൃഷ്ണ എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയും. മാഡം, എ വെരി വാം വെൽക്കം ടു ദ പ്രോഗ്രാം. താങ്ക് യു വെരി മച്ച് ശ്രീമതി ബിന്ദു കൃഷ്ണ. ജൂലൈ 22-ന് താങ്കളുടെ ഒരു പ്രസ്താവന പുറത്തു വന്നു. ലൈംഗികാരോപണ നേരിടുന്ന കോവളം MLA M. വിൻസെന്റിനെ അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കണം. മഹിളാ കോൺഗ്രസ് അധ്യക്ഷ എന്ന നിലയിൽ ബിന്ദു കൃഷ്ണയുടെ പ്രസ്താവനയായിരുന്നു അത്. ജൂലൈ 25, 3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ KPCC ഭാരവാഹി യോഗത്തിന് ശേഷം ബിന്ദു കൃഷ്ണ പറഞ്ഞു, രാഷ്ട്രീയമായി ഒപ്പം നിൽക്കാനുള്ള, വിൻസെന്റിനെ പ്രതിരോധിക്കാനുള്ള KPCCയുടെ തീരുമാനത്തെ മഹിളാ കോൺഗ്രസ് അംഗീകരിക്കുകയാണെന്ന്. 3 ദിവസം കൊണ്ടുവന്ന മാറ്റം കോൺഗ്രസിനകത്തുള്ള ഒരു പുരുഷാധികാര മനോഘടനയ്ക്ക് കീഴ്പ്പെട്ടതല്ലേ ഈ മാറ്റത്തിന് കാരണം? ഒരിക്കലും അങ്ങനെയല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, മഹിളാ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കാലാകാലങ്ങളിലുള്ള ഇത്തരം വിഷയങ്ങളുടെ നിലപാട് ഒന്ന് മാത്രമാണ്. അത് സ്ത്രീപക്ഷത്ത് നിന്ന് നിൽക്കുക എന്നത് തന്നെയാണ്. ഈ കേസിലും അത് തന്നെയാണ്. കേരളത്തിലെ രാഷ്ട്രീയ കീഴ്വഴക്കങ്ങൾക്കനുസരിച്ചോ നിയമത്തിൻ്റെ ലീഗൽ ഒബ്ലിഗേഷൻ അനുസരിച്ചോ ഈ ആരോപണ വിധേയർ രാജിവെക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷേ രാഷ്ട്രീയ ധാർമ്മികത എന്നത് പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാം. പ്രത്യേകിച്ചും ധർമ്മച്യുതി നേരിടുന്ന ഇത്തരം കാലഘട്ടത്തിൽ പൊതുപ്രവർത്തകർ അതിന് നേതൃത്വം വഹിക്കണമെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത് നിലപാടെടുത്തു. പക്ഷേ ഞാനോ കോൺഗ്രസിൻ്റെ വനിതാ നേതാക്കന്മാരോ വനിതാ പ്രവർത്തകരോ മാത്രം അടങ്ങുന്നതല്ല കോൺഗ്രസ് എന്ന് പറയുന്ന വലിയ ജനാധിപത്യ പ്രസ്ഥാനം. ഞങ്ങൾ 2-3 പേരുടെ അഭിപ്രായം പൂർണ്ണമായി KPCC അംഗീകരിച്ച് തീരുമാനമായി പുറത്തു വരണമെന്ന് വാശി പിടിക്കാൻ ഞങ്ങൾ കഴിയില്ല. വിശേഷിച്ചും അങ്ങനെ നമുക്ക് വാശി പിടിക്കാം. പൂർണ്ണമായി സാഹചര്യങ്ങൾ ഞങ്ങൾ പറയുന്നിടത്താണെങ്കിൽ ശ്രീ വിൻസെന്റിൻ്റെ കേസിൽ അതല്ല സംഭവിച്ചത്. ശ്രീ വിൻസെന്റിനെ രാഷ്ട്രീയ പ്രേരിതമായി ബോധപൂർവം ഈ കേസിൽ കുരുക്കിയതാണ് എന്ന സംശയം കോൺഗ്രസുകാർക്ക് മാത്രമല്ല പൊതുസമൂഹത്തിലെ ഭൂരിപക്ഷം പേർക്കും ഉള്ള സാഹചര്യം. അങ്ങനെ സമ്മതിക്കാൻ പറ്റില്ല ശ്രീമതി ബിന്ദു കൃഷ്ണ. അങ്ങനെയാണെങ്കിൽ താങ്കൾ വളരെ സ്പെസിഫിക് ആയിട്ട് കാര്യങ്ങൾ പറയേണ്ടി വരും. കോൺഗ്രസ് മാത്രമാണ് പറയുന്നത് ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്, ഇതിന് പിന്നിൽ രാഷ്ട്രീയ പ്രേരിതമായ ഉദ്ദേശം ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന്. പക്ഷേ ഒരു മാജിസ്ട്രേറ്റ് ആണ് ICUവിൽ കിടക്കുന്ന ഈ പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തുകയും IPCയുടെ 376 വകുപ്പ് അനുസരിച്ച് ലൈംഗികാതിക്രമത്തിന്, ബലാത്സംഗത്തിന് കേസെടുക്കണം എന്ന തീരുമാനത്തിലെത്തുകയും ചെയ്തത്. അത് പോലീസ് ചുമത്തിയ ഒരു കേസല്ല. താങ്കൾക്ക് നന്നായിട്ട് അറിയാം. എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഗൂഢാലോചനയുണ്ടെന്ന് പറയുന്നത്? 164 സ്റ്റേറ്റ്മെന്റിനെ നിരാകരിക്കുകയല്ല, മറിച്ച് അതിന്റെ സർക്കംസ്റ്റാൻസസ് വിശദീകരിക്കുകയാണ്. കോൺഗ്രസ് പാർട്ടി നടത്തിയ അന്വേഷണത്തിൽ ആ സാഹചര്യങ്ങൾ വിൻസെന്റ് കുടുക്കിയതാണോ എന്ന സംശയത്തിന് ബലം കൊടുക്കുന്ന നിലയിലാണ്. സാഹചര്യങ്ങൾ മാറ്റി നിർത്തിയാൽ 164 164 സ്റ്റേറ്റ്മെന്റ് അനുസരിച്ചുള്ള രഹസ്യമൊഴി അത് മാറ്റി നിർത്തിയാലും നിലനിൽക്കുമല്ലോ. അതൊരു സ്ത്രീയുടെ പരാതിയാണ്, മരണം മുഖാമുഖം കണ്ടു കിടക്കുമ്പോൾ നൽകിയ മൊഴിയാണ്. അതെ, അവിടെയും ചോദ്യം സംശയമുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മഹിളാ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സംശയങ്ങൾക്ക് അതീതമായി ഗോപികൃഷ്ണൻ പറഞ്ഞതുപോലെ സ്ത്രീ വിഷയങ്ങൾ 376 കേസ് പോലുള്ള ഗ്രേവ് ഓഫൻസസിൽ ഇരയുടെ ഭാഗത്ത് നിൽക്കുക. പക്ഷെ അതിനും അപ്പുറത്തേക്ക് സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളും സാഹചര്യങ്ങളും നമ്മൾ കാണേണ്ടത്. അതിൽ കോൺഗ്രസ് പാർട്ടി ശേഖരിച്ച വിവരങ്ങളിൽ നിന്നും ആ പ്രദേശത്തുള്ള ജനങ്ങൾ കൊടുത്ത വിവരങ്ങളിൽ നിന്നും ഈ കുടുക്കിയതാണോ എന്ന്, ഇര പോലും കുടുക്കിയാണോ എന്ന് സംശയം. അത് എൻ്റെ വാദമല്ല, അവർ കൺവിൻസിംഗ് ആയി അവതരിപ്പിക്കപ്പെട്ട വാദമുഖങ്ങൾ അതാണ്. അതല്ല എന്ന് നമുക്കൊക്കെ ബോധ്യപ്പെടണമെങ്കിൽ വിചാരണ കോടതി ആ കാര്യത്തിലൊരു തീരുമാനം. വിചാരണ കോടതി കൊണ്ട് തീരുന്നതല്ല, പിന്നെയും അപ്പീലേറ്റ് കോടതി ഉണ്ട്. ബിന്ദു കൃഷ്ണനിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന മറുപടികളല്ല ഇത്. കാരണം കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ അമ്മ യോഗത്തിൽ ഒരു വരി പ്രമേയം പോലും പാസാക്കാൻ തയ്യാറാകാതിരുന്ന അമ്മ ഭാരവാഹികൾ രാജിവെക്കണമെന്നും അമ്മ പിരിച്ചുവിടണമെന്നും സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയ ഇന്നസെന്റും അതേപോലെ തന്നെ മറ്റു ഇടതുപക്ഷ സിനിമാ ജനപ്രതിനിധികളും ഒക്കെ രാജിവെച്ച് ഒഴിയണം എന്ന് വീറോടെ വാദിച്ച ഒരാളാണ് ശ്രീമതി ബിന്ദു കൃഷ്ണ. അന്ന് തെളിവും സാക്ഷിയും വിധി പ്രസ്താവത്തിനും വേണ്ടിയൊന്നും താങ്കൾ കാത്തു നിന്നില്ല. പക്ഷേ വിൻസെന്റിന്റെ കാര്യം വന്നപ്പോൾ, സ്വന്തം പാർട്ടിയുടെ ഒരു അംഗത്തിന്റെ കാര്യം വന്നപ്പോൾ പരസ്യമായ ഒരു പ്രതികരണം നടത്തി പിന്നീട് KPCCക്കകത്തെ പുരുഷന്മാരുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങി കൊടുക്കേണ്ടി വന്നു ഈ മഹിളാ കോൺഗ്രസിന്റെ നിലപാട് എന്ന് പറയുന്നതായിരിക്കും ശരി. അത് അംഗീകരിക്കുകയാണ് വേണ്ടത്. അതല്ലെങ്കിൽ താങ്കൾ പറയണം, നിങ്ങൾക്ക് വിയോജിപ്പുണ്ട്, നിങ്ങൾ പുറത്തു വന്ന് പറയണം, മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ എന്ന നിലയിൽ KPCC എടുത്ത തീരുമാനങ്ങളോട് യോജിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. എന്തുകൊണ്ട് ആ ഒരു നിലപാട് സ്വീകരിച്ചില്ല? അമ്മയുടെ യോഗത്തിന് ശേഷം
ശ്രീ ഇന്നസെന്റിന്റെ നിലപാട്, ശ്രീ മുകേഷിന്റെ നിലപാട്, ഈ കേസ് ഉണ്ടായ ശേഷം മുതൽ ആ 3-ാം ദിവസം 17 സംഭവം ഉണ്ടാകുന്നു, 19-ാം തീയതി ദർബാർ ഹാളിലെ സമ്മേളനത്തിൽ കണ്ണീരൊഴുക്കിയതിന്റെ അപ്പുറത്തേക്ക് ഇരയെ സഹായിക്കേണ്ട ഒരു നിലപാടെടുത്തില്ല, ഒന്നും എടുത്തില്ല എന്ന ആ ഒരു സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അമ്മയുടെ ജനറൽ ബോഡിയെ നാം നോക്കിക്കാണുമ്പോൾ അവരെടുത്ത നിലപാട് ഇരയ്ക്കൊപ്പം ഇരയ്ക്ക് നീതി കിട്ടണമെന്ന വാക്കിനേക്കാൾ കുറ്റാരോപണ വിധേയരായവരെ സംരക്ഷിക്കുന്ന ഒരു സാഹചര്യം വാക്കുകൾ കൊണ്ട് മാത്രമല്ല ബോഡി ലാംഗ്വേജും അടക്കം എന്തിന് ഷൗട്ട് ചെയ്തു ശ്രീ മുകേഷും ശ്രീ ഗണേഷും അതിന് മൗനം കൊണ്ട് പിന്തുണച്ച മറ്റ് അഭിനേതാക്കളും അമ്മ പ്രസിഡന്റ് അടക്കമുള്ളവർ അവർ സാധാരണ പൗരന്മാരല്ല, അവർ ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ, അവരിൽ നിന്ന് ആ ഉത്തരവാദിത്വം അല്ല കേരളം പ്രതീക്ഷിക്കുന്നത് എന്നതുകൊണ്ട് തന്നെയാണ് കൃത്യമായ നിലപാട് അതിലെടുത്ത്. ബിന്ദുകൃഷ്ണയും ഒരു സാധാരണ പൗരയല്ല, ഞാൻ സാധാരണ സംസ്ഥാന അധ്യക്ഷയാണ്. യെസ്, ഞാൻ മഹിളാ കോൺഗ്രസ് സ്റ്റേറ്റ് പ്രസിഡന്റ് എന്ന നിലയിൽ യാതൊരു ഭരണഘടനാപരമായ അധികാരമോ ജനങ്ങൾ തന്ന അധികാരമല്ല, ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ സംഘടനാ നിരായുള്ള അതിക്രമങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ എടുക്കാൻ പ്രതീക്ഷിക്കുന്ന ഒരു പൊസിഷനെ കുറിച്ചാണ്. താങ്കൾ ഇപ്പോൾ അല്പം മുൻപ് പറഞ്ഞു ഇതിൽ സാഹചര്യ തെളിവുകളുടെ പ്രശ്നമുണ്ട്. എനിക്ക് വളരെ ഡയറക്റ്റ് ആയിട്ടൊരു ചോദ്യമുള്ളത്, എം വിൻസെന്റിന്റെ കേസിൽ ആരാണ് ഇര? മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷയ്ക്ക് ഇതിൽ ആരാണ് ഇര എന്ന് തോന്നുന്നു? വിൻസെന്റ് ആണോ അതോ പരാതിക്കാരിയായ നിസ്സംശയം പറയാൻ പരാതിക്കാരിയായ സ്ത്രീയാ? അപ്പോൾ മഹിളാ കോൺഗ്രസ് നിൽക്കുന്നത് വേട്ടക്കാർക്കൊപ്പമാണോ? ഞങ്ങളുടെ നിലപാട് ഇരയുടെ ഭാഗത്താണ്. സത്യം ഇനിയിപ്പോ ഇര പറഞ്ഞത് കള്ളമാണെങ്കിൽ അത് തെളിയിക്കപ്പെടട്ടെ, അതുവരെ ധാർമ്മികത ഉയർത്തിപ്പിടിക്കണം. പക്ഷെ അത് പറയുമ്പോഴും ഞങ്ങൾ കോൺഗ്രസ് വനിതാ നേതാക്കന്മാരുടെ മാത്രം അഭിപ്രായം പാർട്ടി തീരുമാനമായി പുറത്തു വരണമെന്ന വാശി പിടിക്കാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ വാശി പിടിച്ച് പാർട്ടി തീരുമാനത്തിനെതിരായി നിലപാടെടുത്ത് ഞങ്ങൾ പുറത്തു പോയാൽ നാളെ ഈ സ്ത്രീകൾക്ക് വേണ്ടി ഏതായിക്കണം എക്സോർവൈ വിൻസെന്റിനെതിരായിട്ട് കോടതി തീരുമാനമെടുത്താൽ ഞങ്ങളുടെ ലോക്കൽ സ്റ്റാൻഡിൽ കൂടും. അല്ലാതെ പാർട്ടി പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് സ്ത്രീപക്ഷത്ത് നിൽക്കുമ്പോൾ ശ്രീ ഗോപികൃഷ്ണൻ അടക്കമുള്ള കേരളത്തിലെ മാധ്യമങ്ങൾ ഞങ്ങളുടെ വാക്കുകൾ കാതോർക്കും, ഞങ്ങളുടെ നിലപാടുകൾക്കൊപ്പം പരിശോധിക്കപ്പെടും. അല്ലാതെ ബിന്ദുകൃഷ്ണ എന്ന വ്യക്തി ഇവിടെ ഈ സമൂഹത്തിൽ വന്ന് സ്ത്രീകൾക്കെതിരെ അതിക്രമം നടക്കുന്നത് ശരിയല്ല, അതിന് നടപടി ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ ആരും കേൾക്കാനുണ്ടാകില്ല. താങ്കൾക്ക് ഈ വ്യൂ പോയിന്റിൽ പ്രേക്ഷകരോട് പറയാമോ, മഹിളാ കോൺഗ്രസ് എന്ന വനിതകൾക്ക് വേണ്ടിയുള്ള സംഘടന എം വിൻസെന്റിന്റെ വിഷയത്തിൽ ഇരയ്ക്കൊപ്പമാണ്? താങ്കൾക്ക് പറയാമോ? ഒരു സംശയവുമില്ല. അത് വീണ്ടും എന്നെ കൊണ്ട് പറയിക്കേണ്ട കാര്യമില്ല. KPCC യോഗത്തിൽ ഞാൻ നിലപാട് മാറ്റിയില്ല. ഞങ്ങളുടെ ഭാഗം കൃത്യമായി യോഗത്തിൽ വിശദീകരിച്ചു, കൺവിൻസിംഗ് ആയി തന്നെ വിശദീകരിച്ചു. അത് വിൻസെന്റിന്റെ അവിടെ ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. CPM നേതാക്കന്മാർ, CPM വനിതാ നേതാക്കന്മാർ വിൻസെന്റിന്റെ രാജി ആവശ്യപ്പെടുന്നതിന് മുമ്പ് രാജി ആവശ്യപ്പെട്ട മഹിളാ കോൺഗ്രസ് വിൻസെന്റിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ആഗ്രഹിക്കുന്നു എന്ന ചോദ്യത്തിന് മുന്നിൽ വിൻസെന്റിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ചെറുപ്പകാലം മുതൽ KSU കാലം മുതൽ ഞാൻ KSU സംസ്ഥാന കമ്മിറ്റിയിലുള്ളപ്പോൾ അവിടെ തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാരിൽ KSU നേതാക്കന്മാർ ഒരാളായിരുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഞാൻ എത്തുമ്പോൾ ആ കമ്മിറ്റിയിൽ വിൻസെന്റ് ഉണ്ട്. വർഷങ്ങളോളം അടുത്ത് പരിചയവും സൗഹൃദമുണ്ട്. ഒരിക്കൽ പോലും ഞങ്ങൾക്കാർക്കും വിൻസെന്റിന്റെ ഭാഗത്തുനിന്ന് ആരുടെയും വിൻസെന്റ് ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള പെരുമാറ്റം ഉണ്ടായത് പരാതിയോ ചിന്തയിൽ പോലും ഇല്ലാത്ത ഒരു സാഹചര്യം ഞാൻ പറയുക. എന്നിട്ട് പോലും നിങ്ങളത് ഓർക്കണം, പ്രേക്ഷകരത് ഓർക്കണം, ഇത്രയും ക്ലോസ് സൗഹൃദം അടുത്ത സൗഹൃദം ഉണ്ടായിട്ട് കൂടി സൗഹൃദത്തെക്കാളേറെയാണ് സ്ത്രീപക്ഷ നിലപാടുകൾ എന്നുള്ളത് കൊണ്ട് രാജ്യത്തിന് നിയമം എന്നുള്ളത് കൊണ്ടല്ലേ ഞങ്ങൾ ആ നിലപാടെടുത്തത്. ലൈംഗികാതിക്രമ കേസുകളിൽ ആരോപണ വിധേയരായവരുടെ കാര്യത്തിൽ എന്താണ് കോൺഗ്രസ് എടുത്ത നിലപാട്? PJ കുര്യന്റെ കാര്യത്തിൽ എന്തായിരുന്നു കോൺഗ്രസ് എടുത്ത നിലപാട്? എന്താണ് സോളാർ വിഷയത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാട്? എന്താണ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട വിഷയത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാട്? എന്താണ് എം വിൻസെന്റിന്റെ കാര്യത്തിൽ കോൺഗ്രസ് ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട്? നാലും ഞാൻ പറയാം. ശ്രീ PJ കുര്യന്റെ കേസിൽ ഞാൻ അന്ന് വിദ്യാർത്ഥിനിയെ കൂടുതൽ കാര്യങ്ങൾ പറയാൻ അറിയത്തില്ലെങ്കിലും ഞാൻ ഓർക്കുക, PJ കുര്യൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന ആദ്യ ഘട്ടത്തിൽ ഒരു കോൺഗ്രസ് നേതാവും വന്ന് പറഞ്ഞില്ല. അന്വേഷിക്കട്ടെ എന്ന നിലപാടാണ് എടുത്തത്. നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നാണ്. ഏറ്റവും അവസാനം അദ്ദേഹം രാജ്യസഭാ ഉപാധ്യക്ഷനാവുമ്പോഴാണ് വീണ്ടും ആ കേസ് ചർച്ചയിലേക്ക് വരുന്നത്. അന്ന് ഞാൻ മഹിളാ കോൺഗ്രസിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റാണ്. തൊടുപുഴ മജിസ്ട്രേറ്റ് കോടതി മുതൽ ജില്ലാ കോടതിയിലൂടെ ഹൈക്കോടതിയിലൂടെ സുപ്രീം കോടതി വരെ വിവിധ ഘട്ടങ്ങളിലുള്ള നിയമ പോരാട്ടത്തിൻ്റെ അവസാന ഫലം ജഡ്ജ്മെന്റ്സ് ആയി കയ്യിലിരിക്കുമ്പോൾ ആ ജഡ്ജ്മെന്റ്സ് നോക്കിയല്ലാതെ ഒരു കോൺഗ്രസ് നേതാവ് സംസാരിച്ചതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. മറിച്ച് താങ്കൾക്ക് കാണിക്കാമെങ്കിൽ എൻ്റെ അറിവിൽ ആ കാലത്ത് മാധ്യമങ്ങൾ ശ്രദ്ധിച്ച ഒരാളെന്ന നിലയിൽ എൻ്റെ നിലയിലില്ല. നിയമം തെളിയിക്കപ്പെട്ട ഒരിടത്ത് നിയമം തെളിയിച്ചത് ശരിയല്ല, വേറെയാണ് ശരിയെന്ന് പറയാൻ കോൺഗ്രസ്സുകാർക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നടപടി എടുത്തിരുന്നു PJ കുര്യനെതിരെ നടപടി എടുക്കാൻ കോടതി എടുത്താലല്ലേ ആരോപണം വന്നാൽ നടപടി? എനിക്ക് തോന്നുന്നു അന്ന് ആ സമയത്ത് അദ്ദേഹം കൃത്യമായി ഞാൻ വിദ്യാർത്ഥിനി ഒരു സ്ത്രീക്കൊപ്പം മുറിയിൽ പൂട്ടിയിട്ട കേസ് താങ്കൾക്ക് ഓർമ്മയുണ്ടല്ലോ. അന്ന് നടപടി എടുത്തല്ലോ കോൺഗ്രസ്. പിന്നെ എന്താണ് എം വിൻസെന്റിന്റെ കാര്യത്തിൽ നടപടി എടുക്കാൻ ഇത്ര മടി?
തീർച്ചയായും അന്നത്തെ കാര്യത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ കാര്യം അത് വളരെ കൃത്യമായി മാധ്യമങ്ങളിലൂടെ നമ്മളെല്ലാവരും കണ്ടതാണ്. KPCC ജനവികാരം അനുസരിച്ച് നടപടിയെടുത്തു. പക്ഷേ അന്വേഷണ കമ്മീഷനെ പാർട്ടി വിട്ട് മാത്രമല്ല അദ്ദേഹത്തിന് ജാമ്യം നിഷേധിച്ചതുമില്ല. അതും കൂടെ ഈ കണക്കാക്കി എന്ന് പറയുമ്പോൾ പൊതുവികാരം അനുസരിച്ച് നടപടി എടുക്കണ്ടേ? ഏറ്റവും ചുരുങ്ങിയത് അവിടുത്തെ വനിതാ അംഗങ്ങളുടെ വികാരമെങ്കിലും കോൺഗ്രസ് മാനിക്കണ്ടേ? കോൺഗ്രസ് വനിതാ അംഗങ്ങളുടെ വികാരം മാനിക്കും. ഈ CPM-നെതിൽ കാണിച്ച രാഷ്ട്രീയ ഗൂഢതന്ത്രം ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, വടക്കാഞ്ചേരിയിലെ ജയന്തൻ കൗൺസിലർ സെയിം കേസിൽ കോൺഗ്രസ്സുകാർ കൊണ്ടുവന്ന ആരോപണമല്ല. CPM-ന്റെ അറിയപ്പെടുന്ന സംസ്ഥാനത്തെ പ്രചാരകരായ ഭാഗ്യലക്ഷ്മിയും പാർവതിയും കൊണ്ടുവന്ന കേസ് ഈ സർക്കാർ നടപടിയെടുത്തോ? ഇപ്പോഴും ജയന്തൻ മുനിസിപ്പൽ കൗൺസിലിലെ നാണമില്ലാതെ, ലജ്ജയില്ലാതെ, ഉളുപ്പില്ലാതെ ഒരു പാർട്ടി സ്ഥാനത്തൊന്നും മാറ്റി നിർത്തിയില്ല, ഒരു ജനപ്രതിനിധി എന്ന സ്ഥാനം മാറ്റി നിർത്തിയില്ല. ആ CPM-ന് എന്ത് ധാർമ്മികതയുള്ളത്? CPM-ന് ധാർമ്മികതയില്ല, കോൺഗ്രസ് കാര്യങ്ങൾ ധാർമ്മികത കാണിക്കും. വിൻസെന്റിനെ പാർട്ടി പദവികളിൽ നിന്ന് മാറ്റി നിർത്തി നടപടിയെടുത്തു. ആ നടപടിയെടുക്കാൻ കേരളത്തിലെ ഏക രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസിനെ കഴിയൂ. അത് കാണാതെ പോകരുത്. KPCC ഭാരവാഹികളുടെ യോഗം തുടങ്ങുമ്പോൾ വിൻസെന്റിന്റെ വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇതിലെ വനിതാ അംഗങ്ങളുടെ അഭിപ്രായം കേൾക്കണം എന്ന നിർദ്ദേശം AICC-യിൽ നിന്നുണ്ടായി എന്നതാണ്. അങ്ങനെയായിരിക്കും ഒരുപക്ഷെ DCC അധ്യക്ഷ എന്ന നിലയിൽ താങ്കൾക്ക് ഈ വിഷയം ഉന്നയിക്കാനുള്ള അവസരം കിട്ടിയത്. അതിന്റെ തീരുമാനം ഏതാണ്ട് ഇങ്ങനെയൊക്കെയായി, അതായത് രാഷ്ട്രീയമായി സംരക്ഷണം ഒരുക്കാമെന്ന്. അതിൽ നിങ്ങൾക്ക് അതൃപ്തിയുണ്ട് എന്നത് ഇപ്പോൾ ശ്രീമതി ബിന്ദുകൃഷ്ണയുടെ വാക്കുകളിൽ നിന്ന് വളരെ പ്രകടവുമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കുറച്ച് സ്ത്രീകൾ എല്ലാവരും കൂടെ ചേർന്നൊരു രഹസ്യ യോഗം നടത്തിയിരുന്നല്ലോ, അതിലെന്തെങ്കിലും ഒരു തീരുമാനമായോ? AICC-യെ കാര്യങ്ങൾ ധരിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തിയോ? അങ്ങനെ രഹസ്യ യോഗമൊന്നും ഞങ്ങൾ കൂടിയിട്ടില്ല. കോൺഗ്രസിന്റെ വനിതാ ഷാനിമോൾ ഉസ്മാനും ലതിക സുഭാഷും കൂടിയാലോചന നടത്തി. അല്ല, ഞങ്ങൾ ദൈനംദിനം പരസ്പരം ഞങ്ങളെല്ലാം പല സ്ഥലങ്ങളിലുള്ളവരാണ്. പക്ഷെ ദൈനംദിനം സംസാരിക്കുന്നവരാണ്. അന്നത്തെ രാഷ്ട്രീയ കാര്യങ്ങൾ, അന്നത്തെ വീട്ടുകാര്യങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുന്നവരെന്ന നിലയിൽ ഞങ്ങൾ ചെയ്തു. ഇതിനുവേണ്ടി പ്രത്യേക യോഗം ചേരുകയോ ഹൈക്കമാൻഡിൽ പോകാനുള്ള ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഞങ്ങളുടെ അല്ല, ഹൈക്കമാൻഡ് ഞങ്ങൾ ധരിപ്പിക്കണം തീരുമാനിച്ചാൽ ഞങ്ങൾ ധരിപ്പിച്ചതുമില്ല. ശരി, താങ്കൾ പറഞ്ഞു ഇത്തരം കേസുകളിലെല്ലാം തന്നെ കോൺഗ്രസ് നേതൃത്വം എടുക്കുന്ന ഒരു പൊതു നിലപാട് കുറ്റം തെളിയിക്കപ്പെടട്ടെ, അത് കോടതിയിൽ നിന്നൊരു വിധി ഉണ്ടാകട്ടെ, അപ്പോൾ അതിൽ പാർട്ടി നടപടിയെടുക്കാം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഒരു രാഷ്ട്രീയ സംരക്ഷണം നൽകണം എന്നൊരു തീരുമാനം KPCC എടുത്തത്? ഇതിൽ ഏറ്റവും ഓക്വേർഡായിട്ട് തോന്നുന്ന ഒരു കാര്യം ഈ വിൻസെന്റിന്റെ വീട് സന്ദർശിക്കുന്ന കോൺഗ്രസ് നേതാക്കളെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ്. അവിടെ ആദ്യം K. മുരളീധരൻ പോകുന്നു, ഉമ്മൻചാണ്ടി പോകുന്നു, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പോകുന്നു, കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ എല്ലാവരും പോകുന്നു. മഹിളാ സംഘടനയിൽ നിന്ന് ആരും പോയിട്ടില്ല. അത് നിങ്ങളുടെ പ്രതിഷേധത്തിന്റെ സൂചനയാണോ? ഇനി വിൻസെന്റിന്റെ വീട്ടിൽ നിന്ന് ഏതാണ്ട് 50 മീറ്റർ അകലെ മാത്രമാണ് പരാതി ഉന്നയിച്ച സ്ത്രീയുടെ വീടുള്ളത്. എന്തുകൊണ്ട് മഹിളാ കോൺഗ്രസിലെ ഒരു അംഗമെങ്കിലും അവിടെ പോയി ഇരയ്ക്ക് പിന്തുണ നൽകണം എന്ന ഒരു ധാർമ്മികമായ ഒരു നടപടി എന്തുകൊണ്ടുണ്ടായില്ല? ഒന്നാമതായി ഇരയ്ക്ക് പിന്തുണ നൽകാൻ അവിടം വരെ യാത്ര ചെയ്ത് പോകണമെന്ന് നിർബന്ധമില്ല. ഇനിയിപ്പോൾ പോകുന്നത് തെറ്റില്ല, പോകുന്നതല്ല ഇല്ല. അവർക്ക് ആ ഇരയ്ക്ക് പരസ്യമായി കേരളത്തിൽ ഒരു വനിതാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഇല്ലാത്ത ആർജവത്തോടെ പിന്തുണ കൊടുത്തവരാണ് ഞങ്ങൾ. അതിന് നിങ്ങൾ ചെറുതാക്കി കാണരുത്. ഇപ്പോഴും കൊടുക്കുന്നു പരസ്യമായ ആ പിന്തുണ. ഞങ്ങൾക്ക് നിലപാട് മാറ്റമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ഇക്കാര്യത്തിലുള്ള ഇത്തരം കേസുകളിലുള്ള നിലപാടെന്ന് പറയുന്നത് ഇറസ്പെക്റ്റീവ് ഓഫ് പാർട്ടീസ്, കാസ്റ്റ്, കമ്മ്യൂണിറ്റീസ്, അതാണ്. അവിടെ പിന്നെ വീണ്ടും ചോദിക്കുന്നത് പകൽ പോലെ വ്യക്തമാണ്. എന്തുകൊണ്ട് കോൺഗ്രസ് നേതാക്കന്മാർ വിൻസെന്റിന്റെ വീട്ടിൽ പോയി എന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരവും താങ്കളെ ഉൾപ്പെടെയുള്ള ഈ പൊതുസമൂഹത്തിന് അറിയാവുന്നതാണ്. സാധാരണ ഒരു സ്ത്രീ പീഡന കേസിൽ അല്ലെങ്കിൽ റേപ്പ് കേസിനപ്പുറത്തേക്ക് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളെ പ്രതിസ്ഥാനത്ത് കൊണ്ടുവരാനുള്ള അനാവശ്യ തിടുക്കവും ഗൂഢാലോചന 2-3 ദിവസം മുമ്പ് സബ് ജയിലിൽ പറയുക ഒരു VIP വരുന്നുണ്ട്, മുറി ഒരുക്കിയിടണം എന്ന് പറയുമ്പോൾ അതിൽ ഒളിഞ്ഞിരിക്കുകയല്ലേ? ഇരയെ അവിശ്വസിക്കുകയല്ല ഞാനെങ്കിൽ പോലും സംബന്ധിച്ച് തികച്ചും അപ്രസക്തവും അല്ലെങ്കിൽ ലീഗൽ അല്ല. അത് എന്റെ വേർഷൻ, എന്റെ അഭിപ്രായത്തിന് ഈ പറയുന്ന കാര്യങ്ങൾ, ഈ വേർഷൻ, ഈ അഭിപ്രായം, ഈ സാഹചര്യം പ്രസക്തമല്ല. പക്ഷേ കോൺഗ്രസ് നേതൃത്വം എന്തുകൊണ്ട് ഇത്തരം ഒരു രാഷ്ട്രീയ പരിരക്ഷയിലേക്ക് എത്തി എന്ന ചോദ്യത്തിന് അത് ഉത്തരവാണ്. അതായത് വിൻസെന്റിന് രാഷ്ട്രീയമായി പിന്തുണ നൽകാൻ വേണ്ടി എടുത്ത തീരുമാനത്തിന് പറഞ്ഞ കാരണങ്ങൾ ശ്രീമതി ബിന്ദുകൃഷ്ണയ്ക്ക് ബോധ്യപ്പെട്ടു? ഒട്ടനവധി. എനിക്ക് ബോധ്യപ്പെടണമെങ്കിൽ നിയമപരമായ കോടതിയുടെ തീരുമാനം വരണം. ഈ അഭിമുഖത്തിൽ എനിക്ക് ശ്രീമതി ബിന്ദുകൃഷ്ണനിൽ നിന്ന് വ്യക്തത വേണം. KPCC എടുത്ത തീരുമാനത്തിൽ അവർക്കൊപ്പം നിൽക്കാമെന്ന് പറയുമ്പോഴും മഹിളാ കോൺഗ്രസിന് മറ്റൊരു അഭിപ്രായമാണുള്ളത് എന്ന് താങ്കൾ ഈ അഭിമുഖത്തിൽ പറയും. തീർച്ചയായും ഞങ്ങളുടെ ഒരു കാര്യം വ്യക്തമായുള്ളത് മറിച്ചൊരു അഭിപ്രായമാണുള്ളതെന്ന് താങ്കൾ ഈ അഭിമുഖത്തിൽ സമ്മതിക്കുന്നു. പരസ്യമായി പൊതുസമൂഹത്തോട് പറഞ്ഞത് KPCC ഞങ്ങളുടെ നിലപാട് വിശദീകരിച്ചത്
അതിൽ നിന്ന് ഞങ്ങൾ പിന്നോക്കം പോകുന്നില്ല. പക്ഷേ പാർട്ടി ഞങ്ങളുടെ മുന്നിൽ, ഞങ്ങളുടെ പ്രസ്ഥാനം, ഞങ്ങളുടെ കമ്മിറ്റിയിൽ വെച്ച കുറേ സാഹചര്യങ്ങൾ, ആ സാഹചര്യങ്ങൾ അന്വേഷിക്കപ്പെടേണ്ടതാണ്. എൻ്റെ ചോദ്യം, ഒരു ലൈംഗികാതിക്രമ ആരോപണം ഉന്നയിക്കപ്പെട്ട സാഹചര്യത്തിൽ ഒരു സ്ത്രീ ആത്മഹത്യയ്ക്ക് ശ്രമം നടത്തുകയും അവർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുന്ന സമയത്ത് നൽകിയ മൊഴി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ എന്തിനാണ് ഇത്തരം സാഹചര്യങ്ങൾ വിശദീകരിക്കേണ്ട കാര്യമുള്ളത്? ഒരു മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ നിലയിൽ താങ്കൾക്ക് അതിൽ കണ്ണടച്ചതിന് ഒരു നിലപാട് സ്വീകരിക്കാവുന്നതല്ലേ? അല്ല, എൻ്റെ നിലപാട് അതല്ലല്ലോ. പിന്നെ ഞാൻ അത് പറയാം, എൻ്റെ നിലപാടായി താങ്കൾ അതിനെ കാണരുത്, മഹിളാ കോൺഗ്രസിന്റെ നിലപാടായും താങ്കൾ കാണരുത്. മറിച്ച് എന്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ഈ ലൈംഗിക അതിക്രമ കേസുകളിൽ ഇങ്ങനെ നിലപാടെടുക്കുന്നു താങ്കളുടെ ചോദ്യത്തിനുള്ള മറുപടി മാത്രമാണ് അത്. അവിടെ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കപ്പെടാൻ, ഒരു കുറ്റാരോപിതൻ അല്ലെങ്കിൽ പ്രതി ഇന്ത്യയിലെ അവസാനത്തെ കോടതിയിൽ ശിക്ഷിക്കപ്പെടുമ്പോൾ മാത്രമേ അദ്ദേഹം കുറ്റവാളി എന്ന് വിലയിരുത്താവുന്ന നിയമം പറയുന്നു, ഞാൻ പറയുന്നല്ല. അത് അത്തരം കാര്യങ്ങളെ കോൺഗ്രസ് പാർട്ടിയിലെ ഒരുപാട് നേതാക്കന്മാർ, സഹപ്രവർത്തകർ, ആ പ്രദേശങ്ങളിലുള്ളവരടക്കം കൺമുന്നിൽ ബോധ്യമുള്ളതെന്ന് പറയുന്നവർ, അവർ പറയുമ്പോൾ താങ്കളുടെ ചോദ്യത്തിന് കോൺഗ്രസ് എന്തുകൊണ്ട് നിലപാടെടുത്തു എന്നുള്ള വിശദീകരണം മാത്രമാണ് അത് എന്റെ നിലപാടുമായി താങ്കൾ കൂട്ടിക്കൊണ്ടു. എന്നാൽ ഈ പറയുന്ന സാഹചര്യങ്ങളും മറ്റുമൊക്കെ പല സാക്ഷിമൊഴികളായൊക്കെ വരുന്നതിന് തൊട്ട് മുൻപ് തന്നെ നിലപാടെടുത്ത ഒരാളുണ്ട്, ശ്രീ കെ മുരളീധരൻ. അദ്ദേഹം പറഞ്ഞത് ഈ വിൻസെന്റിനെ KPCC സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കിയ നടപടി ശരിയായില്ല. അതിന് കാരണമായി പറഞ്ഞത് ഒരു രാഷ്ട്രീയകാര്യ സമിതി, ഒരു പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി ഉണ്ട് കോൺഗ്രസിന്. ഇതുപോലെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ പെട്ടെന്ന് തന്നെ ഒരു കൂടിയാലോചന നടത്തി മുതിർന്ന അംഗങ്ങളെല്ലാം വിളിച്ച് ആലോചന നടത്തി ഒരു തീരുമാനമെടുക്കാമായിരുന്നു. ആ തരത്തിൽ ജനാധിപത്യപരമായ ഒരു നടപടി ഉണ്ടായില്ല എന്നാണ്. അതിൽ കെ മുരളീധരനെ താങ്കൾ പിന്തുണയ്ക്കും? ഞാൻ മനസ്സിലാക്കുന്നത്, ഇത് സംബന്ധിച്ച് ഈ ചോദ്യം നേതൃത്വത്തോടൊക്കെ സംസാരിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത് അത്യാവശ്യം ആശയവിനിമയം നേതൃതലത്തിൽ നടത്തിയതിന് ശേഷമാണ് അത്തരത്തിൽ ഞങ്ങളുടേത് അടക്കമുള്ള അഭിപ്രായം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അത്തരമൊരു നടപടി ഉണ്ടായെന്നാണ് മനസ്സിലാക്കുന്നത്. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളാണ് എം വിൻസെന്റ്. അദ്ദേഹം MLA ആണ്, KPCCയുടെ സെക്രട്ടറിയാണ്. അപ്പോൾ സ്വാഭാവികമായി ഔദ്യോഗികമായി ഒരു വിശദീകരണം ചോദിക്കുകയാണ് വേണ്ടത്. അത് സ്വാഭാവികമായി അത് എഴുതി ചോദിക്കുകയും അത് പൊതുസമൂഹത്തിന് മുന്നിൽ അവർക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ അവതരിപ്പിക്കുകയും വേണം. അതുണ്ടായോ? MM ഹസൻ പറഞ്ഞത് ഞാൻ വിളിച്ചു ചോദിച്ചു, അദ്ദേഹം ചില വിശദീകരണങ്ങൾ നൽകും, അത് ബോധ്യപ്പെട്ടു എന്നാണ്. ഇതൊരു ജനാധിപത്യ രീതിയാണ്. വിൻസെന്റിനെ പോലൊരു സഹപ്രവർത്തകൻ ഇത്തരം ഒരു കേസിൽ പെടുമ്പോൾ അതിന്റെ സത്യാവസ്ഥ അറിയാൻ അദ്ദേഹത്തിന് പെട്ടെന്ന് താല്പര്യം തോന്നിയുണ്ടായിരിക്കാം. അല്ല, ഈ കാര്യത്തിൽ താങ്കൾക്ക് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ എന്നാണ് എനിക്കറിയേണ്ടത്. അത്തരം കാര്യങ്ങളൊന്നും എനിക്ക് എതിരഭിപ്രായമില്ല. ഈ കാര്യത്തിൽ ബാക്കി അർത്ഥത്തിലെല്ലാം ശരിയായിരുന്നു, അതായത് അതിന്റെ നടപടിക്രമങ്ങളെല്ലാം ശരിയാവണ്ണം തന്നെ പോയി എന്നാണ് മഹിളാ കോൺഗ്രസിന്റെ വിലയിരുത്തൽ. ആ കാര്യങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് ഞങ്ങൾ പരിശോധിച്ചില്ല. കാരണം ഞങ്ങളുടെ മുന്നിലുള്ള ഒരു പ്രശ്നം സ്ത്രീ പ്രശ്നങ്ങൾ വരുമ്പോൾ എന്ത് നിലപാടെടുക്കണം എന്നുള്ളത് മാത്രമാണ് ഈ കാര്യത്തിൽ. ബാക്കി പൊതു രാഷ്ട്രീയ അഭിപ്രായ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൽ ഞങ്ങൾ അഭിപ്രായം പറയും. അത്തരം പരിധിയിൽ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യാൻ ഉത്തരവാദപ്പെട്ടവരല്ല ഞങ്ങൾ എന്നത്. കൊല്ലം ജില്ലയിൽ ആ നിലയ്ക്കാണെങ്കിൽ വലിയ പ്രതിസന്ധിയിലാകുമല്ലോ മാഡം. കാരണം നിങ്ങൾക്ക് മറച്ചൊരു അഭിപ്രായമുണ്ട്. നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഇരയ്ക്കൊപ്പമാണ് നിൽക്കേണ്ടത്. ഈ കേസിൽ ഈ പറഞ്ഞതുപോലെ കോടതി കുറ്റക്കാരനാണോ അല്ലയോ എന്ന് വിധിക്കണം. അതൊരു സാമാന്യ മര്യാദയാണ്, തത്വമാണ്. അതിന് ഞാൻ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്. ഇവിടെ ഒരു വലിയ ആശയക്കുഴപ്പം നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ മനസാക്ഷിയും ഒക്കെ ഇരയാക്കപ്പെട്ട വ്യക്തിക്കൊപ്പമാണ്. അവിടെ നിങ്ങൾക്ക് മറിച്ച് ഒരു പൊതു നിലപാടിനൊപ്പം നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അത് സത്യത്തിൽ ഒരു വനിതാ നേതാവ് എന്ന നിലയിലും മഹിളാ കോൺഗ്രസിനെ നയിക്കുന്ന വ്യക്തി എന്ന നിലയിലും ഒരു ഗതികേടല്ലേ? വിയോജിച്ചുകൊണ്ട് യോജിക്കുക എന്ന പ്രത്യയശാസ്ത്രം, ആ പ്രത്യയശാസ്ത്രത്തിൽ പലതവണ നിലനിന്ന ആളായതുകൊണ്ട് ഗതികേടായി എനിക്ക് തോന്നില്ല. മറിച്ച് എൻ്റെ പാർട്ടിയിൽ എൻ്റെ വ്യക്തിപരമായ നിലപാട് പറയാനുള്ള സ്വാതന്ത്ര്യം, എൻ്റെ പാർട്ടിയിൽ എൻ്റെ സംഘടനയുടെ വ്യക്തിപരമായ നിലപാടിൽ ഉറച്ചു നിൽക്കുവാനുള്ള സ്വാതന്ത്ര്യം അത് ഈ രാജ്യത്ത് ഒരു പ്രസ്ഥാനത്തിനില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് അഭിമാനിക്കുന്ന ഒരാളാണ് ഞാൻ. കേരള ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഏറ്റവും പുതിയ കണക്കനുസരിച്ച് 2007 കേരളത്തിലുണ്ടായിരുന്ന സ്ത്രീകൾക്കെതിരായ ഈ ബലാത്സംഗ കേസുകൾ ഇപ്പോൾ 2016 ആയപ്പോഴേക്കും അതിൻ്റെ കണക്ക് ഇരട്ടിയായിട്ടുണ്ട്. സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ലൈംഗികാതിക്രമ സംഭവങ്ങളും ഈ കണക്കുകൾ നോക്കുമ്പോൾ 2 ഇരട്ടിയോ 3 ഇരട്ടിയോ കേരളത്തിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇതിൽ ആരോപണ വിധേയരായവരൊക്കെ പലപ്പോഴും സംശയത്തിൻ്റെ ആനുകൂല്യത്തിൽ രക്ഷപ്പെടുകയോ അല്ലെങ്കിൽ ഇരയാക്കപ്പെടുന്നവർക്ക് ശരിയായ നീതി ഉറപ്പാക്കാൻ കഴിയാതെ പോവുകയോ ചെയ്യുന്ന ചില സംഭവങ്ങൾ കേരളത്തിൽ ആവർത്തിക്കപ്പെടുന്നതും നമ്മുടെ കൺമുന്നിലാണ്. ഇങ്ങനെ നിൽക്കുന്നവർക്കൊക്കെ ഒരു അഭയമോ ആശ്രയമോ സാന്ത്വനമോ പരിരക്ഷയോ ഒക്കെ ഒരുക്കാനുള്ള ഉത്തരവാദിത്വം താങ്കൾ പ്രതിദാനം ചെയ്യുന്ന സംഘടന അടക്കമുള്ള സ്ത്രീപക്ഷ സംഘടനകൾക്കുണ്ട്. അത്തരം അവരിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നവർക്ക് എം വിൻസെന്റ് കേസ് ഉൾപ്പെടെയുള്ള സംഭവങ്ങളിൽ നിങ്ങൾ സ്വീകരിക്കുന്ന നിലപാടിൽ നിന്നുകൊണ്ട് എന്ത് പ്രതീക്ഷയാണ് അവർക്ക് കൊടുക്കാൻ കഴിയുക? ഒരു സംശയമുണ്ട്. ഒന്നാമതായി താങ്കൾ സൂചിപ്പിച്ച ആ ഒരു സാമൂഹ്യ യാഥാർത്ഥ്യം, അതീവ ദുഃഖവും ആശങ്കയും മാത്രമാണ് ഞങ്ങളെപ്പോലുള്ള സാധാരണ സ്ത്രീകൾക്കുള്ളത്. അതവിടെ നിലനിൽക്കുമ്പോൾ തന്നെ വിൻസെന്റ് കേസിൽ സംസ്ഥാനത്തെ മഹിളാ കോൺഗ്രസ് സ്വീകരിച്ച നടപടിയിൽ
കേരളത്തിലെ ജനതയ്ക്ക് പ്രതീക്ഷയാണ് ഉണ്ടാകുന്നത്, വിശേഷിച്ച് സ്ത്രീ സമൂഹത്തിന്. കാരണം സ്വന്തം പാർട്ടിയുടെ നേതാവ്, അതും ഒരുപാട് അടുത്ത സഹപ്രവർത്തകരായിട്ട് പോലും നിഷ്പക്ഷമായ നിലപാടെടുക്കാൻ കഴിഞ്ഞ ഏക വനിതാ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തനത്തിൽ സ്വാഭാവികമായി സ്ത്രീകൾക്ക്, ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാകാൻ മഹിളാ കോൺഗ്രസിന് കഴിയുമെന്ന പ്രതീക്ഷയാണ് ഉണ്ടാകുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. മറിച്ചുള്ള ആരോപണങ്ങളൊക്കെ തന്നെ കേവലം ആരോപണങ്ങളും വിമർശിക്കാൻ വേണ്ടി വിമർശിക്കുന്നതുമാണ്. അവിടെ ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നു, BJPയുടെ ഒരു വനിതാ രാഷ്ട്രീയ നേതാവിന് അവരുടെ പാർട്ടിയുടെ നേതാക്കന്മാർക്കെതിരെ വരുന്ന ആരോപണം, ഇതുപോലെ സമാനമായ ആരോപണങ്ങളിൽ സമാനമായ നിലപാടെടുക്കാൻ കഴിയില്ല, ഇന്നുവരെ കഴിഞ്ഞ ചരിത്രമില്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചെറുതും വലുതുമായ നേതാവ്, എനിക്കത് ഈ സങ്കടമൊക്കെ തോന്നിയിട്ടുള്ളത് പി ശശിയുടെ കാര്യം. പി ശശിയാൽ ആക്രമിക്കപ്പെട്ട യുവതി എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരോ പാർട്ടിക്ക് പുറത്തുള്ളവരല്ല, പാർട്ടി കുടുംബത്തിലെ ഉന്നതനായ, ആ പ്രദേശത്തെ ഉന്നതനായ യുവ നേതാവിന്റെ ഭാര്യ പരാതി കൊടുത്തത് നമ്മളെല്ലാം കേട്ട് ഒരു നിയമത്തിന് വിട്ടുകൊടുത്തില്ല. അതിൽ ആ സന്ദർഭം വരുമ്പോൾ ഞാൻ ശ്രീ ഗോപികൃഷ്ണനോട് പറയട്ടെ, പി ശശിയെ നിയമത്തിന് വിട്ടുകൊടുത്തില്ല, ഗോപി കൊട്ടപ്പുറയ്ക്ക് നിയമത്തിന് വിട്ടുകൊടുത്തില്ല, പല ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാരെ നിയമത്തിന് വിട്ടുകൊടുത്തില്ല. കോൺഗ്രസ് വിൻസെന്റിന്റെ കാര്യത്തിൽ നിയമത്തിൽ നിന്ന് സംരക്ഷിച്ചില്ല. ഞങ്ങൾ നിയമത്തിന്റെ വഴിയിൽ പ്രൊസീജിയറൽ ലോ അനുസരിച്ച്, ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അനുസരിച്ചാണ് വിൻസെന്റ് കേസ് ഡീൽ ചെയ്യുന്നത്. മറിച്ച് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരാളും ചെയ്യാത്ത കാര്യത്തിൽ നല്ലത് ചെയ്യുന്നവരെ അതെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്യാൻ തയ്യാറായില്ല എങ്കിൽ നിശ്ചയമായും ഈ സമൂഹം അരാജകത്വത്തിലേക്ക് പോകും. നാളെ ഇരകൾക്ക് വേണ്ടി ഞങ്ങൾ ഈ കോൺഗ്രസ് പാർട്ടിയുടെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നു. നിങ്ങളുടെ നിലപാട് ശരിയല്ല എന്നും പറഞ്ഞ് കട്ടയ്ക്ക് വിമർശിച്ച് ഞങ്ങളെ കൂടി നിർവീര്യരാക്കാൻ നാളെ പറയാൻ ആരുമില്ലാതാകും എന്ന കാര്യം ഞങ്ങളുടെ അനുഭവം കണ്ട് പറയുന്നവർ പോലും നിശബ്ദരാകും. അതാണോ ഈ വിമർശകരുടെ ഉദ്ദേശമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും അതിന് വശംവദരാകാൻ ഞങ്ങൾ തയ്യാറല്ല. നിർഭയരായി സത്യത്തിൻ്റെ പാതയിൽ നിന്നുകൊണ്ട് ആത്മാർത്ഥതയായിട്ട് ഞങ്ങൾ നിലപാടെടുക്കും. അതിൽ വരുന്ന നഷ്ടമോ അതിൽ വരുന്ന മറ്റ് വിമർശനങ്ങളോ ഞങ്ങളെ തളർത്താറില്ല. കാരണം ഞങ്ങളുടെ ലക്ഷ്യം ഉദാത്തമാണ്. സ്ത്രീകളുടെ പ്രശ്നങ്ങളിൽ ശരിയായ രാഷ്ട്രീയ നിലപാടെടുത്ത് തല ഉയർത്തി മുന്നോട്ട് പോകാൻ കഴിയട്ടെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. Costume courtesy, Big Shot, SM Street, Calicut.